നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ് പറഞ്ഞു, അതിൻ്റെ അപ്ലിക്കേഷൻസ് ലിമിറ്റേഷൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ വൺ സാമ്പിൾ ടെസ്റ്റും അതുമാതിരി തന്നെ ടെസ്റ്റ് ഫോർ റാൻഡംനെസ്സും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോണത് ടു സാമ്പിൾ ടെസ്റ്റാണ്. ടു സാമ്പിൾ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബിഫോർ എഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ നോക്കാൻ, അതായത് ആ മെഡിസിൻ എഫക്റ്റീവ് ആണോ എന്ന് നോക്കണമെങ്കിൽ എന്താ ഡിസീസ് മാറണം. അങ്ങനത്തെ കേസിൽ അല്ലെങ്കിൽ ഒരേ കാര്യത്തിൽ രണ്ട് മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ടു സാമ്പിൾ ടെസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തേതാണ് അതിലത്തെ ടു സാമ്പിൾ സൈൻ ടെസ്റ്റ്. ഇവിടെ നമ്മൾ വൺ സാമ്പിൾ സൈൻ ടെസ്റ്റ് മാതിരി തന്നെ നമ്മൾ സൈന് വെച്ചിട്ടാണ് നോക്കുന്നത്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ മുൻപും ശേഷമുള്ള റിസൾട്ട് ഇല്ലേ, അവർ തമ്മിലുള്ള ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് സൈനും നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് സൈനുമാണ്. ഇവിടെ തന്നെ നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബിലിറ്റി ഓഫ് എക്സ് എ ഗ്രേറ്റർ ദൻ എക്സ് ബി ഈക്വൾ ടു എക്സ് എ ലെസ് ദൻ എക്സ് ബി ഈക്വൾ ടു 1/2. അതായത് അവിടെ നമ്മൾ എന്തെങ്കിലും പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ബിഫോർ എഫക്റ്റും ആഫ്റ്റർ എഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല. അതായത് പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും വരുന്നതിൻ്റെ പ്രോബിലിറ്റി 1/2 ആണെന്ന്. നമ്മൾ നോക്ക്, ഈ എക്സാമ്പിൾ നോക്ക്. ഇതിലിപ്പോൾ വന്നിട്ടുള്ള ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ 8 സിറ്റികളിലത്തെ ആക്സിഡൻസിൻ്റെ എണ്ണം, അതായത് ആ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം കൊണ്ടുവരുന്നതിൻ്റെ മുൻപും ശേഷം ഉള്ള ആക്സിഡൻസിൻ്റെ എണ്ണമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ സൈന് നോക്കിയാൽ 9 - 5 4, 7 - 3 4 ഒക്കെ പോസിറ്റീവാണ്. മൂന്നാമത്തത് നെഗറ്റീവാണ്. അതുമാതിരി തന്നെ ബാക്കിയുള്ളതൊക്കെ പോസിറ്റീവ്. ഏഴാമത്തത് എന്താണ്, 0 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ നമ്മുടെ സാമ്പിൾ സൈസിന് എന്ത് ചെയ്യുക, 1 മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്ക്, നമുക്കിവിടെ n ഈക്വൾ ടു ശരിക്കും എന്താണ് 8 ആണ്. പക്ഷേ ഒന്നിൻ്റെ വാല്യൂ ഒരു ഡിഫറൻസ് എന്തോന്ന് 0 വന്നു. അപ്പോൾ നമ്മൾ എന്നിൻ്റെ വാല്യൂ എന്താക്കി, 7 ആക്കി. ഇനി പിയും ക്യൂവും ഒക്കെ എന്തായിട്ട് എടുക്കുക, 1/2 ആയിട്ട് എടുക്കുക. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ആണ്. എത്ര സക്സസ് ഉണ്ട്, 6 എണ്ണം പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ 6 സക്സസും 1 എന്ത് വരുന്നത്, നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, 7c6 p⁻6 q⁻1. അപ്പോൾ നമ്മൾ ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 0.093 എന്ന് കിട്ടും. ഇവിടെ എറർ ഉണ്ട്, 0.093 എന്ന് കിട്ടും. ഈ വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മുടെ ആൽഫ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.1 ആണെന്ന്. അപ്പോൾ ഇത് നമ്മുടെ ആൽഫ, അതായത് 0.1 താഴെയാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ സിഗ്നിഫിക്കൻസ് ലെവൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യും. നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, ട്രാഫിക് കൺട്രോൾ സിസ്റ്റം കൊണ്ടുവരുന്നതിൻ്റെ മുമ്പേ ശേഷം എഫക്റ്റീവ് അല്ലെന്ന്, അതായത് രണ്ടും ഈക്വൽ ആണെന്ന്, കണ്ടീഷൻസ് ഈക്വൽ ആണെന്ന്. അപ്പോൾ നമുക്ക് എന്തിട്ട് നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവ് ആണെന്ന് കിട്ടി. നമ്മളതിൻ്റെ തിയറി പാർട്സാണ് കൂടുതലായിട്ട് ചോദിക്കാറ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, നമ്മുടെ ലാംഗ്വേജിൽ എഴുതുക. ഇനി അടുത്തതാണ് വിൽകോക്സൺ മാച്ച്ഡ് പെയർ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. ഇപ്പോൾ നമ്മൾ സൈൻ ടെസ്റ്റിൽ എന്താ പറഞ്ഞാൽ വെറും സൈന് മാത്രം നോക്കണുള്ളൂ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കണില്ല. പക്ഷേ വിൽകോക്സൺ മാച്ച്ഡ് പെയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൻ്റെ സൈന് കൂടി എടുക്കുന്നുണ്ട്. അതായത് ബിഫോർ ആഫ്റ്റർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഓരോന്നിൻ്റെയും ഡിഫറൻസ് എഴുതുക. എന്നിട്ട് ആ ഡിഫറൻസിൽ സ്മോൾ വാല്യൂവിന് എന്ത് ചെയ്യുക, ചെറിയ റാങ്ക് കൊടുക്കുക. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് റാങ്ക് കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മുടെ ഡാറ്റയിൽ ഫസ്റ്റ് റാങ്ക് 2 എന്ന് പറയുന്ന ഒരു നമ്പറിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. പിന്നെ പറഞ്ഞത് 3 ആണ്. 3 ഉണ്ട്, അതിൽ -3 ഉണ്ട്, അങ്ങനെ 3 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റാങ്ക് ഇട്ട് കൊടുക്കുക 2 3 4. പക്ഷേ ഇങ്ങനെ എല്ലാ റാങ്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ മൂന്നിൻ്റെയും ആവറേജ് എടുക്കുക. 4 + 3 എന്ന് പറഞ്ഞാൽ 7, 7 + 2 എന്ന് പറഞ്ഞാൽ 9, 9/3. 9/3 എന്ന് പറഞ്ഞാൽ എത്ര വരും, 9/3 എന്ന് പറഞ്ഞാൽ 3 വരും. ഇത് മൂന്നിനും നമ്മൾ എന്താ പിന്നെ റാങ്ക് ഇട്ട് കൊടുക്കേണ്ട, അപ്പോൾ 3 3 3, മൂന്നിനും 3 എന്നുള്ള റാങ്ക് ഇട്ട് കൊടുക്കണം. ശരിക്കും 2 3 4 എന്നല്ലേ. ഇനി അടുത്ത വാല്യൂ അതിൽ 6 ആണ്, അടുത്ത മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അതിന് നമ്മൾ എത്ര റാങ്ക് കൊടുക്കുക, 5 എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിൽ റാങ്ക് ചെയ്യേണ്ടത്. എന്നിട്ട് പോസിറ്റീവ് വാല്യൂസിനുള്ള റാങ്കും നെഗറ്റീവ് വാല്യൂസിനുള്ള റാങ്കും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിലത്തെ ചെറിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റഡ് വാല്യൂ ആയിട്ട് എടുക്കുക. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുക. നോക്ക്, ഇവിടെ ബ്രാൻഡ് എയും ബ്രാൻഡ് ബിയും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ, അവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ല എന്നാണ്. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, അവർ തമ്മിൽ ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ DI എഴുതി. 73 - 51 എത്ര വന്നു, 22 വന്നു. അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂസ് എഴുതി പോസിറ്റീവ് വാല്യൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് കൊടുക്കുക. റാങ്ക് കൊടുക്കുമ്പോൾ 1 എന്നുള്ള റാങ്ക് ആർക്ക് വന്നു, ഇതാ ഇവിടെ 1 എന്ന് പറഞ്ഞ നമ്പറിന് തന്നെ 1 എന്നുള്ള റാങ്ക് വന്നു.
2 ഇതാ പറഞ്ഞ മാതിരി -2 ഉണ്ട് 2 ഉണ്ട്. ശരിക്കും അവിടെ എന്താ പറയുന്നത് 2ഉം 3ഉം ആണ് വരേണ്ടത്. അതിൻ്റെ ആവറേജ് എടുത്ത് എന്ത് വരുന്നത് 2 + 3 രണ്ടെണ്ണമല്ലോ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/2 എന്ന് പറഞ്ഞാൽ 2.5 അത് കൊടുത്തു. പിന്നെ നമ്മൾ അടുത്തതിന് കൊടുക്കേണ്ടത് 3 എന്നുള്ള റാങ്ക് അല്ല, 2ൻ്റെയും 3ൻ്റെയും സ്ഥാനത്താണ് നമ്മൾ 2.5 എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നമ്മൾ 4 എന്നുള്ള നമ്പർ ഏതിനാണ് വന്നിട്ടുള്ളത്? ഒരു 4 വന്നിട്ടുണ്ട്, 2 4 വന്നിട്ടുണ്ട്. അപ്പോൾ 4ഉം 5ഉം അതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് എടുത്താൽ 4.5 വരും. കണ്ടോ, അതിൻ്റെ നേരെ റാങ്ക് എഴുതിയിട്ടുള്ളത് എന്താണ്? 4.5. അങ്ങനെ ഓരോന്നിൻ്റെയും റാങ്ക് കൊടുത്തു. നമുക്ക് ഒരു 0 വന്നിട്ടുണ്ട് കേട്ടോ. 58ന് നേരെ 0. അപ്പോൾ നമ്മുടെ സാമ്പിൾ സൈസ് 16 മാറിയിട്ട് എന്താവും? 16 - 1 15 ആവും. അപ്പോൾ n = 15 ആവും. ഇനി നമ്മൾ ആ റാങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സിന് വന്ന റാങ്ക് ഒരു കള്ളിയിലും അതുമാതിരി തന്നെ നെഗറ്റീവ് നമ്പേഴ്സിന് നേരെ വന്ന റാങ്ക് മറ്റേ കള്ളിയിലും എഴുതി. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഒന്ന് 101.5ഉം പിന്നെ മറ്റേത് എന്തോന്നു -18.5ഉം വന്നു. ആ റാങ്ക് വന്നിട്ടുള്ളത് റാങ്കാണ് നമ്മൾ എടുത്ത് എഴുതിയത്. അതിലേറ്റവും ചെറിയ വാല്യൂ എന്താ? 18.5 അല്ലേ. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 18.5 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറഞ്ഞിട്ടുണ്ട്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഈക്വൾ ടു എന്താണ്? 0.05 ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ അപ്പോൾ n = 15ഉം ആൽഫ = 0.05ഉം നമ്മുടെ വിൽക്കോക്സൻ്റെ ടേബിളാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 15ഉം 0.05ഉം പറഞ്ഞോട്ട് എന്താ വാല്യൂ? 25 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 18.5 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ എന്ത് വരും? നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. നൾ ഹൈപ്പോത്തസിസ് എന്താ എടുത്തത്? ഡിഫറൻസ് ഇല്ല, രണ്ട് ബ്രാൻഡുകളുടെയും ക്വാളിറ്റി തമ്മിൽ ഡിഫറൻസ് ഇല്ല എന്നാണ് എടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് വരും? നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്ത കാരണം അവരുടെ ക്വാളിറ്റികൾ തമ്മിൽ എന്ത് വരുന്നുണ്ട്? ഡിഫറൻസ് വരുന്നുണ്ട്. ഇതാണ് വിൽക്കോക്സൺ മാച്ച്ഡ് പെയർ സൈൻ റാങ്ക് ടെസ്റ്റ്.